Hello dears, welcome to Thunder Kitchen Recipes. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നും നമ്മൾ ഇഡ്ഡലി, ദോശ, ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഇത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ മാവ് ഒരു ബൗളിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 1/3 കപ്പ് വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ പൊടി നനച്ചെടുക്കുക. പൊടിയെല്ലാം നല്ലതുപോലെ നനച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ തേച്ച് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ അളവിൽ തേച്ച് കുഴച്ചെടുക്കണം. ഇനി ഇത് കുറച്ച് എണ്ണ തടവി 1 മണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. ഈ എണ്ണയിൽ വാട്ടിയെടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്. ചെറുതായി ചോപ്പ് ചെയ്ത സവാള, ചെറുതായി ചോപ്പ് ചെയ്ത ഉള്ളി, പിന്നെ അതുപോലെ ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ എണ്ണയിൽ വാട്ടിയെടുക്കേണ്ടത്. ആദ്യം വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചൂടായി മണം വരുമ്പോഴേക്കും ഇഞ്ചി ചേർക്കാം. അതിനുശേഷം പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ചോപ്പ് ചെയ്ത ഉള്ളിയും ചോപ്പ് ചെയ്ത സവാളയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. സവാളയുടെ നിറമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം. മുട്ട ഈ വഴറ്റിയ ഉള്ളിയുടെയും സവാളയുടെ ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് സ്ക്രാമ്പിൾ ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട നന്നായി കുക്കായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കാം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു പൊട്ടാറ്റോ പുഴുങ്ങിയത് ഇതിലേക്ക് ഉടച്ച് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വലിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് കുത്തിപ്പൊടിച്ച് എടുക്കാം. നല്ലതുപോലെ കുത്തി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർക്കാം. 1/4 കപ്പ് ക്യാരറ്റാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചേർത്തത്. ഇതിലേക്ക് ഇനി ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരുമിച്ചിടാതെ ഒന്ന് തൂവിയിട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി പൊടിയായി ചോപ്പ് ചെയ്ത 1/4 കപ്പ് കോറിയാണ്ടർ ലീവ്സും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ചൂടായതിനു ശേഷം ഇറക്കി വെച്ച് ചൂട് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി ഇത് ഈക്വൽ ആയിട്ടുള്ള ഉരുളകളാക്കാം. 8 ചെറിയ ഉരുളകളാക്കുക. പൂരിയുടെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. പൊടി തൂവിയ ഒരു പലകയിലേക്ക് ഓരോ ഉരുളയും വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. പൂരിയിലും കുറച്ചുകൂടി വലിപ്പത്തിൽ പരത്തിയെടുക്കണം. നല്ല നേരിയതായിട്ട് പരത്തണം, കൂടുതൽ കട്ടി പാടില്ല. നേരിയതായിട്ട് പരത്തിയെടുത്താലേ ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടി പരത്തിയെടുക്കാം. ഒരു ഉരുളയും കൂടി നേരത്തെ പരത്തിയതുപോലെ പരത്തിയെടുക്കാം. ഇനി പരത്തിയ മാവ് നമുക്ക് പലകയിൽ വെച്ചിട്ട് ആവശ്യമുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഫില്ലിങ് അരികിൽ നിന്ന് കുറച്ച് നീക്കി വേണം വെച്ചു കൊടുക്കാൻ. ഇതിനുശേഷം ഫില്ലിങ്ങൊക്കെ ഒന്ന് ലെവൽ ചെയ്യുക. മുകളിലേക്കൊക്കെ കയറിയിരിക്കുന്നതൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം
പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഫില്ലിങ്ങിനോട് തൊട്ട് ഉള്ള ഭാഗത്ത് നമ്മൾക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കൈകൊണ്ട് തട്ടി കളഞ്ഞിട്ട് വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഇതിനുശേഷം നമ്മൾ ഈ 2 പരത്തിയ മാവും കൂടി ചേർത്ത് പിടിച്ചിട്ട് മുകളിലേക്ക് വലിച്ച് ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിച്ചാൽ ഇത് സീലാകും, പൊട്ടിപ്പോവില്ല, പിന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്രൈയിങ് പാനിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിടാം. മീഡിയം ഹൈ ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. 2 സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എണ്ണ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. 2 സൈഡും മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. മുരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. കൂടുതൽ ഫ്രൈ ആവേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. 4 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒരെണ്ണം ഒരാൾക്ക് മതിയാകും. വളരെ ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തിൽ നിർത്തില്ല, വീണ്ടും വീണ്ടും കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.